സിറിയയിലെ ഉള്ള കാര്യം അപ്ഡേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 14 വർഷത്തെ സിവിൽ വാർ, 53 വർഷത്തെ ഭരണം, ഡിക്റ്റേറ്റർഷിപ്പ്, ഓട്ടോക്രറ്റിക് ഡിക്റ്റേറ്റർഷിപ്പ് ഭരണകൂടം നിലം പൊത്തിയിരിക്കുകയാണെന്നാണ് പറയാനുള്ളത്. ഏതൊരു ഓട്ടോക്രറ്റിക് ഡിക്റ്റേറ്റർഷിപ്പ് ഭരണകൂടത്തിനും ഇതേ അവസ്ഥ തന്നെ സംഭവിക്കും. ഏറ്റവും വലിയ ഈ ഒരു കാലഘട്ടത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു അധികാരമോഹി അല്ലെങ്കിൽ ഒരു അധികാര കൊതിയൻ എന്ന് തന്നെ പറയാം. അതാണ് അസദ്. അസദിന്റെ ഫാദറിന്റെ 1970 ഹഫീസ് അൽ അസദ്, അതായത് ഈ ബഷർ അൽ അസദിന്റെ ഫാദർ, പുള്ളി ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വിട്ടുകൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇവര് 1970 മുതൽ ഏതാണ്ട് 2024 വരെ ഈ ഫാമിലിയാണ് അവിടെ ഭരിക്കുന്നത്. അതായത് ഈ തന്തയും മകനും, ഈ തന്തയും മോനുമാണ് അവിടെ റൂൾ ചെയ്തത്. അവിടെ റൂൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അത്ര വലിയ റൂളിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങ് പറയാനൊന്നുമില്ല. ആൾക്കാരെല്ലാം ഇവര് മൈനോറിറ്റീസ് ആയിക്കോട്ടെ, ഇവര് ഷിയ സുന്നി ആ രീതിയിലുള്ള വേർതിരിവുകളൊക്കെ വെച്ചുകൊണ്ട് ഇവരുടെ ഭരണം എപ്പോഴൊക്കെ നിലംപൊത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ ഇവർ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ ഒരു ക്ലാഷ് അവിടെ ഉണ്ടാക്കി വിടും. അതായത് ഒരു ചേരിതിരിവ്, ഒരു ചേരിപ്പോര്, അതിൽ ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ വക കാര്യങ്ങളൊക്കെ. അതിനൊപ്പം അതിനാക്കം കൂട്ടാൻ വേണ്ടി ചേർന്നതാണ്. അങ്ങനെ ഹഫീസ് 1970 മുതൽ 2000 വരെയാണ്. 2000 പുള്ളിയുടെ മരണത്തോടുകൂടി ബഷർ അൽ അസദ് ഭരണത്തിലേക്ക് വരികയാണ്. അതായത് അച്ഛൻ മരിച്ചു, മകൻ ഏറ്റെടുക്കുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ആ 11 വർഷം കഴിഞ്ഞ് 2011 കൂടി അവിടെ വീണ്ടും ഒരു സിവിൽ വാർ ക്രിയേറ്റ് ആവുകയാണ്. അതിലും പുള്ളി സർവൈവ് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്കുകളും ഉപയോഗിച്ചു. അതിൽ സർവൈവ് ചെയ്തിട്ടാണ് ഇപ്പൊ 2024 വരെ നീണ്ടു നിന്നത്. തികച്ചും ഒരു 53 വർഷത്തെ ഒരു ഭരണം. ആ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ 4 മണിക്ക് ഡമസ്കസില് സെൻട്രൽ സ്ക്വയറിൽ എല്ലാ ആൾക്കാരും ഇറങ്ങി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അൽ ജസീറയിലൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അത്രമാത്രം ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ചില മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് ദുഃഖിതരാണ്. കാരണം ഈ സിറിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങൾ പോലെ അല്ല. അവിടെ കുറെ ക്രിസ്ത്യൻസ് ഉണ്ട്, ഡ്രൂസ് ഉണ്ട്, അതേപോലെ ഈ കുർദുകളുണ്ട്, യസീദികളുണ്ട്, ഇങ്ങനെ കുറെ വിവിധ തരത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവർക്കൊക്കെ ഉള്ള ഒരു മൈനോറിറ്റി പേടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഈ മേജർ ജിഹാദിസ്റ്റ് ഗ്രൂപ്പുമായിട്ടുള്ള ഫൈറ്റിൽ ഇവർ ഈ ചെറിയ മൈനോറിറ്റികളെ ഒന്നും ഈ അസാദിന്റെ ഭരണകൂടം അത്ര കൂടുതലായിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോയില്ല. പക്ഷെ ഇനിയിപ്പോ ഈ വരുന്ന ഭരണകൂടം എന്താണ് തീരുമാനം എടുക്കാൻ പോകുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നിലപാടും വ്യക്തമായിട്ടില്ല. കാരണം ഇപ്പോഴാണ് ശരിക്കും അവർ റൂളിങ്ങിലോട്ട് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോ അവർ ഇന്നലെ രാത്രി അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. റിബലുകളുടെ ഈ ഒരു സിറിയയിലെ ഈ ഒരു ഡമസ്കസ് കീഴടക്കിയുള്ള ഒരു വിജയം എന്താണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ റഷ്യ, ഇറാൻ, അതുപോലെ തന്നെ ഹിസ്ബുള്ള, ഈ 3 പേർക്കുമുള്ള ഒരു സെറ്റ് ബാക്ക് ആണ്. ശരിക്കും പറഞ്ഞാൽ നാണം കെട്ട ഒരു തോൽവിയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തിന് ഇമാതിരിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി ഇടപെട്ടിട്ട് ഇങ്ങനെ നാണം കെട്ട അവസ്ഥയിൽ വരുന്നത്? പ്രത്യേകിച്ച് റഷ്യക്കൊക്കെ ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഈ റഷ്യ ബാക്കപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സിറിയൻ ഭരണകൂടം ഈ ഒരു മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്സ് തന്നെ വേറെ രീതിയിൽ മാറി മറിഞ്ഞു പോയേനെ. റഷ്യയുടെ ഒറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ ബഷർ അൽ അസദ് ഏതാണ്ട് 2024 വരെ നീണ്ടു നിൽക്കാനുള്ള ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു വന്നത്. ഇപ്പൊ നിലവിലുണ്ടായ സാഹചര്യം എന്താണ്? നിലവിൽ റഷ്യ ഉക്രൈനിൽ എൻഗേജ്ഡ് ആണ്. അവർ തന്നെ അവിടെ ശരിക്കും ഫൈറ്റ് ചെയ്യാൻ ആൾക്കാരല്ലാണ്ട് കുറേ ആൾക്കാരെ ഇറക്കി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വീക്കാണ്. അപ്പൊ അതുകൊണ്ട് റഷ്യക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ആ സ്ഥലങ്ങളൊക്കെ കയറി പിടിക്കാൻ പറ്റുന്നു. അപ്പൊ അതുകൊണ്ട് അവർ കുറച്ചുകൂടെ ഈ ഒരു വാർ എങ്ങനെയും ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് അവസാനിപ്പിച്ച് തരും, അതിനുള്ളിൽ കുറച്ച് സ്ഥലം കരസ്ഥമാക്കി റഷ്യ എന്നേക്കുമായിട്ടുള്ള ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ വിജയിച്ചു എന്നുള്ള നിലയിൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് പുടിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് എവിടെ നിന്ന് വന്നിട്ടാണ് ഈ ഒരു സിറിയയിൽ സപ്പോർട്ട് കൊടുക്കാൻ? ഒരിക്കലും പറ്റത്തില്ല. സിറിയയില് പണ്ട് തൊട്ടേ സിറിയയില് റഷ്യ ഹാൻഡിൽ ചെയ്തിരുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ സ്ട്രൈക്ക് ആണ്. അതായത് ആകാശപാതയിലുള്ള സേഫ്റ്റിയാണ്, സെക്യൂരിറ്റിയാണ് റഷ്യ സിറിയയ്ക്ക് ഉറപ്പുവരുത്തിയിരുന്നത്. അതേപോലെ ഗ്രൗണ്ട് ഫോഴ്സ് നോക്കിയിരുന്നത് ഹെസ്ബുള്ള, അതേപോലെ ഇറാനിൽ നിന്ന് വന്ന IRGCയുടെ കുദ്സ്, അവരുടെ ഫോറിൻ ഫോഴ്സ് ആയിട്ട് അവർ കരുതുന്ന ഈ കുദ്സ് ഫോഴ്സ്, അതാണ് ഗ്രൗണ്ടിൽ നിയന്ത്രിച്ചിരുന്നത്. അത് കൂടാതെ സിറിയയിലെ അസദിന്റെ റെജിമിലുള്ള കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അത് കൂടാതെ അവിടെ കുറച്ച് സപ്പോർട്ടിംഗ് ആളുള്ളത് ഈ ഷിയ മുസ്ലിംസ് ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഈ 2 രാജ്യങ്ങളിലുള്ള ഷിയ മുസ്ലിംസ് കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് കാണിച്ച് അസദിനെ സപ്പോർട്ട് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വരാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിലുപരിയായിട്ട് അവിടെ വേറെ വലിയ ടീമുകളൊന്നും ഇല്ല അവിടെ ശരിക്കും. ഇതാണ് അവിടുത്തെ ഒരു നിലവാരം. ഒരു പരിധിവരെ എയർ സ്ട്രൈക്ക് മാത്രം നടത്തിക്കൊണ്ട് വിജയിക്കാൻ പറ്റില്ല. കാരണം എയർ സ്ട്രൈക്ക് നടക്കുന്നത് എങ്ങനെയാണെന്നും അത് വരുമ്പോഴേ തന്നെ എവിടെ പോയി മുങ്ങണം, എവിടെ ഒളിക്കണം, ഇതെല്ലാം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഫൈറ്റ് ചെയ്യാൻ ഈ ഒരു റിബൽ ഗ്രൂപ്പിൽ പോയിരിക്കുന്നത്. ഇപ്പൊ ഈ HTS എന്ന് പറഞ്ഞ റിബൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് കുറെ, അതായത് ചെറിയ ചെറിയ റിബൽ ഗ്രൂപ്പുകളായിട്ടുള്ള അവിടുത്തെ ആൾക്കാരെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് അസദിനെ ഒന്ന് താഴ്ത്തിയിടാം എന്നുള്ള നിലയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോയ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എയിം, ഈ ഒരു HTS ഗ്രൂപ്പിന്റെ എയിം വേറെയാണ്.
ഇവരുടെ ബേസിക് സംഘടന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ തന്നെയാണ്. അമേരിക്കയിൽ 2 നില ബിൽഡിംഗ് ഒക്കെ പൊളിച്ചിട്ട ആൾക്കാരൊക്കെ അറിയാലോ, ആ രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവര് ഇന്നലെ രാത്രി തന്നെ ഇവർ സുബർബ് ഒരു സിറ്റി ഡമസ്കസിൽ കയറി പിടിക്കുകയും സുബർബ് ജയിൽ ഇവർ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ ജയിലിന്റെ കൺട്രോൾ ഇവർ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഏറ്റെടുത്തതോടുകൂടി അവിടെ 100 കണക്കിന് ജയിലിൽ അന്ത്യവാസികളായിട്ടുള്ള ആൾക്കാരെ മൊത്തം ഇവർ റിലീസ് ചെയ്യാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഇവർ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ ഇവർ ഡമസ്കസിന്റെ എയർപോർട്ട് ഇവരുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നു. ഡമസ്കസ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇപ്പൊ റിബൽസിന്റെ കയ്യിലാണ്. അപ്പൊ ഈ സുബർബ് കഴിഞ്ഞ് ഇവര് മുന്നോട്ട് കയറി പോകുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിറിയന്റെ സോൾജേഴ്സ്, അതായത് സിറിയൻ ആർമിയുടെ നിലവിലെ ഭരണകൂടത്തിന്റെ സോൾജേഴ്സ് എല്ലാം അവർ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. അവർ സിവിൽ ഡ്രസ്സിലോട്ട് മാറുകയാണ്. അവരുടെ മിലിറ്ററി ഡ്രസ്സുകളൊക്കെ ഊരി കളഞ്ഞിട്ട് അവർ സിവിൽ ഡ്രസ്സിലോട്ട് മാറുകയാണ്. കാരണം അവർക്ക് ജീവൻ വേണമല്ലോ. ആ രീതിയിൽ അവർ ഇങ്ങനെ ബ്രിഗേഡ് ആയിട്ട്, ബ്രിഗേഡ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഗ്രൂപ്പ് ഓഫ് ബറ്റാലിയൻസ് ആണ്. നമ്പർ ഓഫ് ബറ്റാലിയൻസ് കുറഞ്ഞത് കൂടുതൽ 1000, 1500, 3000 ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ ബ്രിഗേഡുകളെ ഓരോ ഏരിയ തിരിച്ചായിരിക്കും ഈ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ പല ബ്രിഗേഡുകൾക്കും ഹെഡ് ഓഫ് ദി പീപ്പിൾ ഉണ്ടാവും. അപ്പൊ അവരാണ് ഇത് ഓർഡർ കൊടുക്കുന്നത്. പല ബ്രിഗേഡ് ഗ്രൂപ്പുകളും ഈ റിബൽസിന്റെ ഗ്രൂപ്പുകളോട് ചേരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതായത് ഇവര് നേരെ തിരിഞ്ഞ് റിബൽസിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഗവൺമെന്റിനെതിരെ പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഇതാണ് ഇന്നലെ രാത്രി മൊത്തം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ഡമസ്കസ് എന്ന് പറഞ്ഞ ആ ഒരു സിറ്റി ഇത്രയും പെട്ടെന്ന് വീഴാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇലീഷ്യൻ 76 ഈ ഒരു ഫ്ലൈറ്റ് കണ്ടോ, ഇലീഷ്യൻ 76. ഈ ഇലീഷ്യൻ 76 ഫ്ലൈറ്റ് രാവിലെ ഏർലി മോർണിംഗ് തന്നെ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് സിറിയൻ ഭരണകൂടത്തിന്റെ ഒഫീഷ്യൽ ഫ്ലൈറ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബഷർ അൽ അസദ് തന്നെ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് ആണ്. ഇത് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് പോയതായിട്ട് ഈ എയർപോർട്ട് കൺട്രോൾ എടുത്തപ്പോഴത്തേക്കും അവിടുത്തെ റിബൽസിന് ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഹോം സിറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് കുറച്ചുകൂടെ താഴ്ത്തുകയും അതിനുശേഷം ഇത് റഡാറിൽ നിന്ന് ഡിസപ്പിയർ ആകുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ബഷർ അൽ അസദ് സിറിയ വിട്ടു പോയി എന്നുള്ള നിഗമനത്തിൽ എത്തിയത്. അതിന് തൊട്ടു പുറകെ സിറിയയുടെ പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് ഗാസി അൽ ജലാനി, ഇത് സിറിയയുടെ നിലവിലുള്ള പ്രൈം മിനിസ്റ്റർ ആണ്. ഈ പ്രൈം മിനിസ്റ്റർ ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ എവിടെയും പുറത്തൊന്നും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഞങ്ങൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ട്രാൻസിഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അനൗൺസ്മെന്റ് വിട്ടു. അത് കൂടാതെ പുള്ളി പറഞ്ഞത് ഇവിടുത്തെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതേപോലെ സ്ഥാപനങ്ങളൊന്നും നശിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്, ഇതൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് പുള്ളി പാസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാക്കേണ്ട, ആൾക്കാരെ കൊല്ലേണ്ട, ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുകയാണെന്നുള്ളത് ഒരു ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അത് മാന്യമായിട്ട് ഞങ്ങൾ ഭരണകൂടം ഒഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു കോൾ ഫോർ ആണ് ചെയ്തത്. ആ റിക്വസ്റ്റ് വന്നതോടുകൂടി ഈ HTSന്റെ ലീഡർ അവരുടെ റിബൽസ് ഗ്രൂപ്പിന് ഒരു അനൗൺസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇനി ഒരു രീതിയിലുള്ള അറ്റാക്കിംഗ് മെത്തേഡ് ഒന്നും വേണ്ട, ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം ഗവൺമെന്റ് ബിൽഡിംഗ്സ്. അതായത് നിങ്ങളെല്ലാം ഗവൺമെന്റ് ബിൽഡിംഗ്സ് ആക്രമിക്കുന്നതിലും ജനങ്ങളോട് ഉള്ള ആക്രമണം എല്ലാം മാറി നിൽക്കുക, ഒരു തീരുമാനം ഉണ്ടാവാൻ പോവുകയാണ് ഗവൺമെന്റ് തലത്തിൽ. അതിനുശേഷം നമുക്ക് ഫർദർ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആ സ്പോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ അനൗൺസ്മെന്റ് വന്ന പാടെ റിബൽസ് ഗ്രൂപ്പുകളെല്ലാം ഈ ഫൈറ്റിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം. റിട്ടേൺ പ്രൂഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ. അവര് ഡമസ്കസിന്റെ ഈ ഒരു ഭരണകൂടത്തിന്റെ സൈഡിൽ നിന്നും റിട്ടേൺ പ്രൂഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രൂഫ് റെഡി ആയി കഴിഞ്ഞാൽ ഈ ഒരു ഭരണം കൈമാറുന്നതായിരിക്കും. അപ്പൊ അതിനുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആരാണ് ലീഡർഷിപ്പിൽ വരേണ്ടത്, എന്താണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഇത് ഭരണം കൈമാറി എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അവിടെ ഇന്റർണൽ ഡിസ്കഷൻസ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും 53 വർഷത്തെ ഈ ഒരു അസദ് ഫാമിലിയുടെ ഭരണകൂടം നിലം പൊത്തിയിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഈ റിബൽ ഗ്രൂപ്പ് ഇത് വിജയിച്ചാലും ഇവരും പൂർണ്ണമായും ജിഹാദിസ്റ്റുകളാണ്. ഇത് ഏത് രീതിയിൽ വന്നാലും ശരിക്കും പറഞ്ഞാൽ ഇവര് വീണ്ടും ഒരു ISന്റെ സ്വഭാവമൊക്കെ കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും അവിടെ നല്ല രീതിയിലുള്ള ഒരു സിവിൽ വാർ അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. പിന്നെ ഇസ്രായേലിന്റെ ഭാഗത്താണെങ്കിൽ ഗോലാൻ ഹൈറ്റ്സിൽ നിന്നും ആ ഒരു ബഫർ സോൺ ഉണ്ടായിരുന്നു. ആ ബഫർ സോൺ ക്രോസ് ചെയ്ത് ഇസ്രായേലിന്റെ ബറ്റാലിയൻസ് പോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഇസ്രായേൽ ബഫർ സോൺ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഈ ഒരു യുദ്ധത്തോടു കൂടി ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഗോലാൻ ഹൈറ്റ്സ് ഇപ്പോഴും തർക്കഭൂമിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണല്ലോ. അപ്പൊ അവിടെ ഒരു പൂർണ്ണമായ ഒരു വിജയം ഇസ്രായേലിന് കൈവരിക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ സ്വമേധയാ ആ ലാൻഡ് ഇസ്രായേലുമായിട്ടുള്ള ആ ഒരു തർക്കം പരിഹരിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് ഡെവലപ്മെന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇസ്രായേൽ ആർമി ഓൾറെഡി തന്നെ ആ ഒരു ബഫർ സോണിന്റെ ഏരിയ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു റിബൽ ഗ്രൂപ്പ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ, അതായത് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഈ ഒരു സുന്നി ഭരണകൂടത്തിന്റെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും അവിടെ വരാൻ പോകുന്നത്. അപ്പൊ അതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ UAE, സൗദി അറേബ്യ ഇങ്ങനത്തെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സുന്നി രാജ്യങ്ങളെല്ലാം തന്നെയും അതിനെ അനുകൂലിക്കുന്ന ഒരു രീതിയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെയും ഇതിൽ ഏറ്റവും വലിയൊരു ചാലഞ്ച് ആയിട്ട് ഇസ്രായേലിന് വരുന്നത്
ട്രംപിനും വരുന്നത് ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ ആണ്. അതിൽ ജോർദാൻ വളരെ വിഷമത്തിലാണ് ഈ ട്രംപ് വിജയിച്ചതിൽ. കാരണം ഇനി ഒരു 4 വർഷം ജോർദാന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, പ്രത്യേകിച്ചും ഈ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത്. കാരണം ഏതാണ്ട് 60% പലസ്തീനിയൻസ് ജീവിക്കുന്നത് ജോർദാനിനുള്ളിലാണ്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡിസ്കഷൻ, ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമായിട്ട് വരികയാണ്. ഈ വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഏറ്റവും നിർണായകമായിട്ട് തീരുമാനം എടുക്കേണ്ട ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയാണ്. അതിന് ചിലപ്പം വൻ വില US കൊടുത്തേക്കാം. സൗദി അറേബ്യയിലെ MBS ഈ ഒരു അനക്സേഷൻ ഓക്കെ എന്ന് സൈലന്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ്, അതിനുള്ള കൊടുക്കുന്ന വില എന്തായിരിക്കും എന്ന് നമുക്കിപ്പോൾ ഊഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത്രമാത്രം എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഓഫർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു അനക്സേഷൻ അഥവാ നടക്കുന്നെങ്കിൽ മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ തന്നെയായിരിക്കും. ഇനിയുള്ള ഇസ്രയേലിന്റെയും US-ന്റെയും ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയെ വളച്ചിടുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.